ഒരു പാർട്ണർ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത തുകക്ക് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അഗ്രിമെൻറ്റ് പ്രത്യേകം പറയുന്നുണ്ട്, പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, അവരുടെ ക്യാപിറ്റൽ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം എന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. സോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് അനുപം, എന്താണ് ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ണറാണ്, അവൻ്റെ ക്യാപിറ്റൽ എത്രയാണ്, 1,50,000 എന്ന് 1 ജാനുവരി 2024 1,50,000 ഉണ്ട്. അനുപം എന്ത് ചെയ്തു, 1 ജൂലൈ അഥവാ 2024 ജൂലൈ മാസം 50,000 രൂപ അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, സെപ്റ്റംബർ 31 40,000 രൂപ വിഡ്രോയും ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് 10% ആണെങ്കിൽ ഈ വർഷത്തിന് അവസാനം അഥവാ ഡിസംബർ 31 ആകുമ്പോൾ നമ്മുടെ അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാണാം, വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം, അതിന് മിക്ക ഇൻട്രസ്റ്റുകൾക്കും സെയിം ഒരേ ഒരു ഇക്വേഷൻ, എന്താ, എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് അല്ലേ, ഇൻറ്റു പീരീഡ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആവറേജ് പീരീഡ് വരും. സോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എത്രയാണോ ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക, അതാണ്. ഇപ്പം 1,00,000 ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 50,000, പിന്നെ 40,000 വിഡ്രോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് 3 ഇക്വേഷനായിരുന്നു നമ്മൾ കാണണം, 3 ഇക്വേഷനായിരുന്നു നമ്മൾ കണ്ടിരിക്കണം. സോ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ 1,50 അല്ലെങ്കിൽ 50, 40 ഓരോ തുകക്കും ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണണം. ഇനി റേറ്റ് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3 കേസിലും 10% റേറ്റ് വരിക. സോ 10/100 ആണ് റേറ്റ് വരിക. ഇനി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നാണോ ഈ തുക ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നാണോ ഈ തുക ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചത്, സോ അന്ന് മുതൽ ആ വർഷത്തിന് അവസാനം വരെയുള്ള ഡേറ്റ് ആണ് നമ്മൾ കാണുക, അതാണ് പീരീഡ്. ഇപ്പം ഈ ഒരു 1 ജാനുവരി മുതൽ 31 ഡിസംബർ വരെ എത്ര മാസം, 12 മാസം ഉണ്ട്. സോ പീരീഡ് എന്ന് പറയുന്നത് 12/12. രണ്ടാമത്തെ കേസ് നോക്കും, ജൂലൈ 1. സോ 1 ജൂലൈ മുതൽ ഡിസംബർ 31 വരെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം, 6/12 ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്ക്, സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1 അല്ല, സെപ്റ്റംബർ 31. സെപ്റ്റംബർ 31 ഉണ്ടാവും, ഇല്ല സെപ്റ്റംബർ 30. അപ്പോൾ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആകെ 3 മാസം. അപ്പോൾ 3/12 അതാണ് പീരീഡ്. സോ പീരീഡ് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ, വളരെ സിമ്പിളാണ്. എന്താ, ഫസ്റ്റ് കേസ് ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്ര ക്യാപിറ്റൽ ഉള്ളത്, 1,50,000. സോ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം, 1,50,000 ഇൻറ്റു റേറ്റ് എത്രയാ, 10/100 ഇൻറ്റു എന്താ, ഒരു വർഷം ഫുൾ ഉണ്ട് അല്ലേ, ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഉണ്ട്. സോ 12/12 എങ്ങനെ കാണുക, സിമ്പിളാണ്. ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, അതുപോലെ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. എത്രയാ, 15,000 രൂപ. എത്ര കിട്ടും, 15,000 റുപ്പീസാണ് കിട്ടുക. സിമ്പിളാണ്. 15,000 10% 15,000 അല്ലേ, സോറി എഴുതിയപ്പം 1,50,000 ആയിപ്പോയി അല്ലേ. സോ 15,000 ആണ് ഇതിന് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണലി എത്ര, 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര, അഡീഷണലി 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. സോ എങ്ങനെ കാണാം, എമൗണ്ട് എത്ര, 50,000 50,000 ഇൻറ്റു റേറ്റ് എത്രയാ, 10%, എല്ലാത്തിനും 10% ആണ്. ഇൻറ്റു പീരീഡ് എങ്ങനെ കാണാം, ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസം ഉണ്ടാ, 6 മാസം. സോ 6/12 ഇൻറ്റു 6/12 എങ്ങനെ കാണാം, ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. 5,000 ഇൻറ്റു 6/12 എന്ന് പറയുന്നത് എത്രയാണ്, 2,500. കിട്ടുക 2,500 എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാമത് അഡീഷണലി കൊണ്ടുവന്ന തുകക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2,500 വരുന്നത്. ഇനി മൂന്നാമത് എന്താ, 40,000 ബിസിനസ് പിൻവലിച്ചിട്ടുണ്ട്, ബിസിനസ് തിരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ക്യാപിറ്റലിൽ നിന്ന് ഈ 40,000 എന്തില്ല, ഈ അവസാനത്തെ 3 മാസം ഈ 40,000 നമ്മുടെ ക്യാപിറ്റലില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ തുകയ്ക്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, ആ തുകയുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കണം, അഥവാ ഈ ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം. സോ എങ്ങനെ കാണുക, 40,000 അല്ലേ, എമൗണ്ട് ഈസ് ഈക്വൽ ടു 40,000 ഇൻറ്റു റേറ്റ് 10/100 ഇൻറ്റു എത്ര മാസം ഇവിടെ, സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3 മാസം, 3/12 വരും. സോ ഇത് കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യാം. സോ 4,000 ഇൻറ്റു 4,000 എന്ന് പറയുമ്പോൾ ഇവിടെ 1/4 വരും. സോ 3 16, ഈ 4നെ ഇവിടെയും കട്ട് ചെയ്യാം. സോ 1,000 രൂപ. എത്ര കിട്ടടാ, 1,000 രൂപ, 1,000 റുപ്പീസ്. സോ 1,000 രൂപയായിട്ടുണ്ട്. സോ നമ്മൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, വളരെ സിമ്പിളാണ്. 15,000 പ്ലസ് 2,500, 25,000 ആയി അല്ലേ, 2,500 മൈനസ് എന്താണ്, മൈനസ് 1,000 റുപ്പീസ്. അപ്പോൾ എത്ര കിട്ടടാ, 16,500 കിട്ടും. എത്ര കിട്ടും, 16,500. അഥവാ ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരുടെ, അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 16,500 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും.
ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ജൂപോർട്ടിൻ്റെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലെ എല്ലാ ലൈവുകളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അവരൊക്കെ നമ്മുടെ ലൈവിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയും നമ്മുടെ ചാനൽസും നമ്മുടെ ലൈവും എല്ലാം എന്തെങ്കിലും ഷെയർ ചെയ്യണം. നിങ്ങൾ സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ആക്കണം. കൂടുതൽ കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്കൊക്കെ എക്സാമിന് ഹെൽപ്ഫുൾ ആവട്ടെ, നല്ല മാർക്ക് എല്ലാവർക്കും നേരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്.